വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ് റിലേറ്റീവ് പ്രൊനൗൺസിനെ കുറിച്ചാണ്. കൺജങ്ഷൻസ് പോലെ തന്നെ നമ്മൾ ക്ലോസസിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് റിലേറ്റീവ് പ്രൊനൗൺസ്. മെയിൻലി ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് നമ്മൾ റിലേറ്റീവ് പ്രൊനൗൺസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഹു, ഹും, വിച്ച്, വാട്ട് ഇതെല്ലാം റിലേറ്റീവ് പ്രൊനൗൺസ് ആണ്. വാട്ട് ആക്ച്വലി റിലേറ്റീവ് പ്രൊനൗൺ അല്ല, റിലേറ്റീവ് അഡ്വർബ് ആണ്. പക്ഷെ അതും നമ്മൾ ക്ലോസസിനെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഇതുപോലെ തന്നെ കോമൺ ആയ മറ്റൊരു റിലേറ്റീവ് പ്രൊനൗൺ ആണ് ദാറ്റ്. അത് കൺജങ്ഷനായും നമ്മൾ ഉപയോഗിക്കും. ഒരു റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്ലോസ്, അതായത് ആ റിലേറ്റീവ് പ്രൊനൗണിന് ശേഷം വരുന്ന ക്ലോസിന് നമ്മൾ റിലേറ്റീവ് ക്ലോസ് എന്ന് പറയും. ഇതിന് തന്നെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവ് എന്താണ്? ഒരു നൗണിനെ കുറിച്ച് അഡീഷണൽ ആയി ഇൻഫർമേഷൻ തരുന്ന വാക്കുകളാണ് അഡ്ജക്റ്റീവ്സ്, അല്ലെ? എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന നൗൺ ഫ്രേസിലെ ബ്യൂട്ടിഫുൾ എന്ന അഡ്ജക്റ്റീവ് ഗേൾ എന്ന നൗണിനെ കുറിച്ച് അഡീഷണൽ ഇൻഫർമേഷൻ തരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അഡ്ജക്റ്റീവ് ക്ലോസും ഏതെങ്കിലും ഒരു നൗണിനെ കുറിച്ച് അഡീഷണൽ ഇൻഫർമേഷൻ തരികയാണ് ചെയ്യുന്നത്. മെയിൻ ക്ലോസിലെ ഏതെങ്കിലും ഒരു നൗണിനെ കുറിച്ച് അഡീഷണൽ ഇൻഫർമേഷൻ തരിക എന്നതാണ് റിലേറ്റീവ് ക്ലോസിന്റെ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ക്ലോസിന്റെ പർപ്പസ്. അപ്പോൾ ഏത് നൗണിനെ കുറിച്ചാണോ ഇൻഫർമേഷൻ തരുന്നത് ആ നൗണിന് ശേഷമാണ് ഈ റിലേറ്റീവ് ക്ലോസ് വരിക. കൺജങ്ഷൻസും റിലേറ്റീവ് പ്രൊനൗൺസും തമ്മിൽ ചില ഡിഫറൻസസ് ഉണ്ട്. കൺജങ്ഷൻ രണ്ട് ക്ലോസസിനെ കണക്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അതിനവിടെ വേറെ ഒരു റോളും ഇല്ല. കൺജങ്ഷൻ ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്യുന്ന രണ്ട് ക്ലോസിനും അതിൻ്റെതായ സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. റിലേറ്റീവ് പ്രൊനൗൺ അങ്ങനെയല്ല. അത് ക്ലോസസിനെ കണക്ട് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്. അത് ഒന്നുകിൽ ആ റിലേറ്റീവ് ക്ലോസിലെ സബ്ജക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആ റിലേറ്റീവ് ക്ലോസിലെ ഒബ്ജക്റ്റ് കൂടിയായിരിക്കും. ഇങ്ങനെ റിലേറ്റീവ് പ്രൊനൗൺ സബ്ജക്റ്റ് ആയി വരുന്ന സമയത്ത് പിന്നെ ആ റിലേറ്റീവ് ക്ലോസിന് വേറെ സബ്ജക്റ്റ് ഒന്നും തന്നെ കാണില്ല. അത് ഒബ്ജക്റ്റായി ഉപയോഗിക്കുന്ന സമയത്ത് ആ റിലേറ്റീവ് ക്ലോസിന് വേറെ സബ്ജക്റ്റ് കാണും. നമുക്കിത് എക്സാമ്പിൾസ് നോക്കുമ്പോൾ മനസ്സിലാവും. ആ സ്ത്രീ ഒരു ഡോക്ടറാണ്. ആ സ്ത്രീ എന്ന് പറയുമ്പോൾ ദാറ്റ് വുമൺ എന്ന് പറയേണ്ട, ദ വുമൺ എന്ന് പറഞ്ഞാൽ മതി. ദ വുമൺ ഈസ് എ ഡോക്ടർ. ആ സ്ത്രീ ഒരു ഡോക്ടറാണ്. അവർ അടുത്ത വീട്ടിൽ താമസിക്കുന്നു. ഷീ ലിവ്സ് നെക്സ്റ്റ് ഡോർ. ഇവിടെ അവർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദേ അല്ല, ആ സ്ത്രീ എന്ന രീതിയിലാണ് നമ്മളിവിടെ അവർ എന്ന് എഴുതിയിരിക്കുന്നത്. ഷീ, അതാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്ന പ്രൊനൗൺ. ഷീ ലിവ്സ് നെക്സ്റ്റ് ഡോർ. അടുത്ത വീട്ടിലാണ് അവർ താമസിക്കുന്നത്. ഷീ ലിവ്സ് ഇൻ ദ നെക്സ്റ്റ് ഹൗസ് എന്ന് പറയേണ്ട, നെക്സ്റ്റ് ഡോർ എന്ന് പറഞ്ഞാൽ മതി. ഇനി നമുക്ക് ഈ രണ്ട് ക്ലോസസിനെ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുമ്പോൾ എന്താ നമുക്ക് കിട്ടുക? അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആ സ്ത്രീ ഒരു ഡോക്ടറാണ്. അങ്ങനെയല്ലേ നമുക്ക് പറയേണ്ടത്? അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആ സ്ത്രീ ഒരു ഡോക്ടറാണ്. കണക്ട് ചെയ്യുമ്പോൾ നമുക്കത് അങ്ങനെയാണ് കിട്ടുക. ഈ രണ്ട് ക്ലോസസും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് രണ്ടും ഒരേ സ്ത്രീയെ കുറിച്ചാണ് പറയുന്നത്. രണ്ട് ക്ലോസിൻ്റെയും സബ്ജക്റ്റ് ആ സ്ത്രീ തന്നെയാണ്. രണ്ടാമത്തെ ക്ലോസിൽ നമ്മൾ നൗണിന് പകരം പ്രൊനൗൺ ആണ് ഉപയോഗിച്ചത്. പക്ഷേ രണ്ട് സെന്റൻസിന്റെയും സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഒരേ വ്യക്തി തന്നെയാണ്. ഈ സെന്റൻസ് രണ്ടും ആ വ്യക്തിയെ കുറിച്ചാണ് എന്നർത്ഥം. നമുക്ക് രണ്ടാമത്തെ ക്ലോസിലെ ഷീ എന്ന പ്രൊനൗണിന് പകരം നമുക്കിവിടെ ഹു എന്ന റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കാം. ആളുകളെ കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ് ഹു. വസ്തുക്കളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ് വിച്ച്. വിച്ച് ഉപയോഗിച്ച് നമുക്ക് ആളുകളെ കുറിച്ചും സംസാരിക്കാൻ സാധിക്കില്ല. ഹു ഉപയോഗിച്ച് നമുക്ക് വസ്തുക്കളെ കുറിച്ചും സംസാരിക്കാൻ സാധിക്കില്ല. ദാറ്റ് ഉപയോഗിച്ച് നമുക്ക് ആളുകളെ കുറിച്ചും സംസാരിക്കാം, വസ്തുക്കളെ കുറിച്ചും സംസാരിക്കാം. ഇത് സാധ്യമല്ലാത്ത ചില സാഹചര്യങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാമത്തെ ക്ലോസിലെ ഷീ എന്ന പ്രൊനൗണിന് പകരം ഹു അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഹു ലീവ്സ് നെക്സ്റ്റ് ഡോർ എന്ന് കിട്ടും. ഇതാണ് റിലേറ്റീവ് ക്ലോസ്. ഇനി ഈ റിലേറ്റീവ് ക്ലോസ് ഏത് നൗണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണോ ഈ റിലേറ്റീവ് ക്ലോസ് തരുന്നത് ആ നൗണിന് ശേഷം വേണം ഉപയോഗിക്കാൻ. ഹു ലീവ്സ് നെക്സ്റ്റ് ഡോർ എന്ന റിലേറ്റീവ് ക്ലോസ് ദ വുമൺ എന്ന് പറയുന്ന ആ നൗണിനെ മോഡിഫൈ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ആ നൗണിനെ കുറിച്ചുള്ള അഡീഷണൽ ഇൻഫർമേഷൻ ആണ് ഈ ക്ലോസ് തരുന്നത്. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്യുമ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടാം. ദ വുമൺ ഹു ലീവ്സ് നെക്സ്റ്റ് ഡോർ ഈസ് എ ഡോക്ടർ. ദ വുമൺ ഹു ലീവ്സ് നെക്സ്റ്റ് ഡോർ ഈസ് എ ഡോക്ടർ. ഇവിടുത്തെ റിലേറ്റീവ് ക്ലോസ് ഹു ലീവ്സ് നെക്സ്റ്റ് ഡോർ എന്നതാണ്. മെയിൻ ക്ലോസ് ദ വുമൺ ഈസ് എ ഡോക്ടർ എന്നതാണ്. മെയിൻ ക്ലോസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റിലേറ്റീവ് ക്ലോസ് ഉപയോഗിച്ചിട്ടുള്ളത്. റിലേറ്റീവ് ക്ലോസസ് അങ്ങനെയാണ്. ഏത് നൗണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണോ ആ റിലേറ്റീവ് ക്ലോസ് തരുന്നത് അത് ആ നൗണിന് ശേഷം തന്നെ വേണം ഉപയോഗിക്കാൻ. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ മെയിൻ ക്ലോസ് സ്പ്ലിറ്റ് ആവും. പക്ഷേ അത് അങ്ങനെ തന്നെയാണ് അത് ചെയ്യേണ്ടത്. കൺജങ്ഷൻസ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ക്ലോസസ് സ്പ്ലിറ്റ് ആവില്ല. കൺജങ്ഷൻ മിയർലി രണ്ട് ക്ലോസസിനെ കണക്ട് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒന്നുകിൽ കൺജങ്ഷൻ ആ സെന്റൻസിന്റെ ആദ്യം വരും, അല്ലെങ്കിൽ അത് മെയിൻ ക്ലോസിന് ശേഷം വരും. റിലേറ്റീവ് പ്രൊനൗൺ അങ്ങനെയല്ല. അത് ഏതെങ്കിലും ഒരു നൗണിന് ശേഷമാണ് വരിക. ആ നൗണിനെ കുറിച്ചുള്ള അഡീഷണൽ ഇൻഫർമേഷൻ ആണ് അത് തരുന്നത്. ഇവിടുത്തെ റിലേറ്റീവ് ക്ലോസിൽ ഹു ലീവ്സ് നെക്സ്റ്റ് ഡോർ എന്ന റിലേറ്റീവ് ക്ലോസിന്റെ സബ്ജക്റ്റ് ആണ് ഹു എന്ന റിലേറ്റീവ് പ്രൊനൗൺ. ആ ക്ലോസിന് വേറെ സബ്ജക്റ്റ് ഇല്ല.
കൺജങ്ഷൻ ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ അങ്ങനെയല്ല, ആ ക്ലോസിന് അതിൻ്റെതായ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. കൺജങ്ഷൻ മിയർലി ഈ രണ്ട് ക്ലോസസിനെ കണക്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഹു എന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ് ഈ രണ്ട് ക്ലോസസിനെയും കണക്ട് ചെയ്യുന്നത്. കണക്ട് ചെയ്യുക മാത്രമല്ല അത് ചെയ്യുന്നത്, ആ റിലേറ്റീവ് ക്ലോസിലെ സബ്ജക്റ്റ് കൂടിയാണ് ഹു എന്ന റിലേറ്റീവ് പ്രൊനൗൺ ഇവിടെ. ഇതാണ് കൺജങ്ഷനും റിലേറ്റീവ് പ്രൊനൗൺസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഇനി നമുക്ക് മറ്റ് എക്സാമ്പിൾ നോക്കാം. ജനങ്ങൾ പതിവായി വ്യായാമം ചെയ്യുന്നു. പീപ്പിൾ എക്സസൈസ് റെഗുലർലി. പതിവായി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കാം. സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ V1 ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. സബ്ജക്റ്റ് പീപ്പിൾ എന്നത് പ്ലൂറൽ നൗൺ ആയത് കാരണം പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ എസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. പീപ്പിൾ എക്സസൈസ് റെഗുലർലി. അവർ കൂടുതൽ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. അതെങ്ങനെ പറയാം? അവർക്ക് കൂടുതൽ ആരോഗ്യമുണ്ട്, അങ്ങനെയാണ് നമുക്ക് പറയേണ്ടത്. ദേ ആർ ഹെൽത്തിയർ. പീപ്പിൾ എക്സസൈസ് റെഗുലർലി, ദേ ആർ ഹെൽത്തിയർ, അല്ലെങ്കിൽ പീപ്പിൾ ആർ ഹെൽത്തിയർ. രണ്ട് ക്ലോസും ഒരേ വ്യക്തികളെ കുറിച്ചുള്ളതാണ്. നമ്മളിത് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? പതിവായി വ്യായാമം ചെയ്യുന്ന ആളുകൾ കൂടുതൽ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. അങ്ങനെയല്ലേ നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്കത് അങ്ങനെയാണ് കിട്ടുക. നമ്മളിത് എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്? നമുക്ക് പീപ്പിൾ എന്ന നൗണിന് പകരം നമുക്ക് അവിടെ ഹു ഉപയോഗിക്കാം. അത് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്? പതിവായി വ്യായാമം ചെയ്യുന്ന ആളുകൾ, അങ്ങനെയല്ലേ പറയേണ്ടത്? അപ്പോൾ പതിവായി വ്യായാമം ചെയ്യുന്ന ആളുകൾ എന്ന ക്ലോസിലാണ് നമ്മൾ റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്യുന്നത്. ഹു എക്സസൈസ് റെഗുലർലി, അതാണ് നമ്മുടെ ഇവിടുത്തെ റിലേറ്റീവ് ക്ലോസ്. അതെവിടെ നമ്മൾ ഉപയോഗിക്കും? പീപ്പിൾ എന്ന നൗണിന് ശേഷം ഉപയോഗിക്കും. പീപ്പിൾ ഹു എക്സസൈസ് റെഗുലർലി ആർ ഹെൽത്തിയർ. രണ്ടാമത്തെ ക്ലോസിൽ നമ്മൾ ചേഞ്ച് ഒന്നും വരുത്തിയില്ല. ആദ്യത്തെ ക്ലോസിലെ പീപ്പിളിന് പകരം നമ്മൾ ഹു ഉപയോഗിച്ചു. ഹു ആളുകളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ്. ആദ്യത്തെ ക്ലോസിലെ സബ്ജക്റ്റായ പീപ്പിളിന് പകരം നമ്മൾ ഹു ഉപയോഗിച്ചു. എന്നിട്ട് അതിനെ രണ്ടാമത്തെ ക്ലോസിൻ്റെ സബ്ജക്റ്റായ പീപ്പിളിന് ശേഷം ഉപയോഗിച്ചു. റിലേറ്റീവ് ക്ലോസ് എല്ലായ്പ്പോഴും ഏത് നൗണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണോ അത് തരുന്നത്, ആ നൗണിന് ശേഷമാണ് വരിക. പീപ്പിൾ ഹു എക്സസൈസ് റെഗുലർലി ആർ ഹെൽത്തിയർ. ഈ ക്ലോസിൽ ഹു എക്സസൈസ് റെഗുലർലി ആണ് റിലേറ്റീവ് ക്ലോസ്. പീപ്പിൾ ആർ ഹെൽത്തിയർ അതാണ് മെയിൻ ക്ലോസ്. ആ മെയിൻ ക്ലോസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് റിലേറ്റീവ് ക്ലോസ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഏത് നൗണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തരുന്നോ ആ നൗണിന് ശേഷം തന്നെ വേണം അത് ഉപയോഗിക്കാൻ. പീപ്പിൾ ഹു എക്സസൈസ് റെഗുലർലി ആർ ഹെൽത്തിയർ. എനിക്ക് ചില ആളുകളെ അറിയാം. ചില ആളുകൾ എന്നതിന് നമുക്ക് സം പീപ്പിൾ എന്ന് പറയാം. എനിക്ക് അറിയാം. ഐ നോ. ആരെ അറിയാം? ചില ആളുകളെ അറിയാം. ഐ നോ സം പീപ്പിൾ. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അവർ പരസ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നു. അതെങ്ങനെ പറയും? ദേ വർക്ക് ഇൻ ദ അഡ്വർടൈസിങ് സെക്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ ദേ വർക്ക് ഇൻ അഡ്വർടൈസിങ്, അത്ര പറഞ്ഞാലും മതി. ദേ വർക്ക് ഇൻ അഡ്വർടൈസിങ്. നമുക്കിനി ഇതിനെ കണക്ട് ചെയ്യണം. ആരെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്? ചില ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അഡ്വർടൈസിങ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ചില ആളുകളെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്, അല്ലേ? അപ്പോൾ ഐ എന്ന പ്രൊനൗണിന് ഒരു ചേഞ്ചും ഇവിടെ വരുന്നില്ല. റിലേറ്റീവ് പ്രൊനൗൺ നമ്മൾ എവിടെയാണ് ഇവിടെ ഉപയോഗിക്കുക? പരസ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ചില ആളുകളെ എനിക്കറിയാം. എനിക്കറിയാം എന്ന ക്ലോസിന് വ്യത്യാസമൊന്നും വരുന്നില്ല. വ്യത്യാസം പിന്നെ എന്തിനാണ് വരുന്നത്? പരസ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്നാണ് പറയേണ്ടത്. അപ്പം നമ്മളിവിടെ ദേ എന്ന ആ പ്രൊനൗണിന് പകരമാണ് നമ്മൾ ഹു യൂസ് ചെയ്യുന്നത്. പരസ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഹു വർക്ക് ഇൻ അഡ്വർടൈസിങ്. ഐ നോ സം പീപ്പിൾ ഹു വർക്ക് ഇൻ അഡ്വർടൈസിങ്. ഇവിടെ സം പീപ്പിൾ എന്ന ആ നൗണിന് ശേഷമാണ് ഹു വർക്ക് ഇൻ അഡ്വർടൈസിങ് എന്ന റിലേറ്റീവ് പ്രൊനൗൺ വന്നിട്ടുള്ളത്. ഐ നോ സം പീപ്പിൾ എന്നതാണ് മെയിൻ ക്ലോസ്. നമ്മളിവിടെ കണക്ട് ചെയ്ത രണ്ട് ക്ലോസസിൻ്റെയും സബ്ജക്റ്റ് ഡിഫറെൻ്റ് ആണ്. ഇവിടെ ആളുകളെ കുറിച്ച്, എന്നെ കുറിച്ചല്ല ആളുകളെ കുറിച്ചാണ് പറയുന്നത്. എനിക്ക് ചില ആളുകളെ അറിയാമെന്ന് പറഞ്ഞല്ലോ, ആ ചില ആളുകളെ കുറിച്ചുള്ള അഡീഷണൽ ഇൻഫർമേഷൻ ആണ് ഇവിടുത്തെ റിലേറ്റീവ് ക്ലോസ് ആയ ഹു വർക്ക് ഇൻ അഡ്വർടൈസിങ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആ നൗണിന് ശേഷമാണ് നമ്മളിവിടെ റിലേറ്റീവ് ക്ലോസ് ഉപയോഗിക്കുന്നത്. ഐ നോ സം പീപ്പിൾ ഹു വർക്ക് ഇൻ അഡ്വർടൈസിങ്. പരസ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ചില ആളുകളെ എനിക്കറിയാം. ഐ നോ സം പീപ്പിൾ. അതിനൊരു വ്യത്യാസവും വരുന്നില്ല. റിലേറ്റീവ് ക്ലോസ് നമ്മൾ അതിനുശേഷം പീപ്പിൾ എന്ന നൗണിന് ശേഷമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ ആ പെൺകുട്ടിയോട് സംസാരിച്ചു. ഐ സ്പോക്ക് ടു ദ ഗേൾ. ആ പെൺകുട്ടി എന്നതിന് ദാറ്റ് ഗേൾ എന്ന് പറയണ്ട. മലയാളത്തിൽ നമ്മൾ ആ പെൺകുട്ടി എന്ന് പറയുന്നത് പലപ്പോഴും ഇംഗ്ലീഷിൽ ദ ഗേൾ ആണ്. ഐ സ്പോക്ക് ടു ദ ഗേൾ. അവൾ തനിച്ചിരിക്കുകയായിരുന്നു. ഷി വാസ് സിറ്റിംഗ് അലോൺ. അവൾ തനിച്ചിരിക്കുകയായിരുന്നു. ഐ സ്പോക്ക് എന്നോ ഐ ടോക്ക്ഡ് എന്നോ പറയാം. ഈ രണ്ട് ക്ലോസസും എന്തിനെ കുറിച്ചുള്ളതാണ്? ആ പെൺകുട്ടിയെ കുറിച്ചുള്ളതാണ് ഈ രണ്ട് ക്ലോസസും.
രണ്ടിൻ്റെയും സബ്ജക്റ്റ് ഡിഫറെൻ്റ് ആണ് അല്ലേ? ഇങ്ങനെ സബ്ജക്റ്റ് ഡിഫറെൻ്റ് ആയി വരുന്ന സമയത്ത് പിന്നെ റിലേറ്റീവ് ക്ലോസ് സെന്റൻസിനെ സ്പ്ലിറ്റ് ചെയ്ത് വരില്ല. രണ്ട് ക്ലോസും ആ പെൺകുട്ടിയെ കുറിച്ചായത് കാരണം ആ പെൺകുട്ടിക്ക് ശേഷമാണ്, ആ പെൺകുട്ടിയെ സൂചിപ്പിക്കുന്ന നൗൺ ഏതോ അതിന് ശേഷമാണ് ഈ റിലേറ്റീവ് ക്ലോസ് ഇവിടെ വരിക. തനിച്ചിരിക്കുകയായിരുന്ന ആ പെൺകുട്ടിയോട് ഞാൻ സംസാരിച്ചു ആ പെൺകുട്ടിയോട്. ആ ക്ലോസിന് ഒരു വ്യത്യാസവും വരുന്നില്ല. ഐ ടോക്ക് ടു ദ ഗേൾ അല്ലെങ്കിൽ ഐ സ്പോക്ക് ടു ദ ഗേൾ. തനിച്ചിരിക്കുകയായിരുന്ന. രണ്ടാമത്തെ ക്ലോസിൽ ഷി വാസ് സിറ്റിംഗ് എലോൺ എന്നതിന് പകരം നമ്മൾ ഹു വാസ് സിറ്റിംഗ് എലോൺ എന്ന് പറയും. ഷി എന്ന പ്രൊനൗണിന് പകരം നമ്മൾ അവിടെ ഹു എന്ന റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കും. ഐ സ്പോക്ക് ടു ദ ഗേൾ ഹു വാസ് സിറ്റിംഗ് എലോൺ അല്ലെങ്കിൽ ഐ ടോക്ക് ടു ദ ഗേൾ ഹു വാസ് സിറ്റിംഗ് എലോൺ. ഇവിടുത്തെ റിലേറ്റീവ് ക്ലോസ് ഹു വാസ് സിറ്റിംഗ് എലോൺ ഗേൾ എന്ന നൗണിന് ശേഷമാണ് വന്നത്. അത് ആ ഗേൾ എന്ന നൗണിനെ കുറിച്ചുള്ള അഡീഷണൽ ഇൻഫർമേഷൻ ആണ് തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നൗണിന് ശേഷം അത് വന്നു. ഇവിടുത്തെ റിലേറ്റീവ് ക്ലോസ് മെയിൻ ക്ലോസിനെ സ്പ്ലിറ്റ് ചെയ്യുന്നില്ല. ഐ ടോക്ക് ടു ദ ഗേൾ ആണ് മെയിൻ ക്ലോസ്. റിലേറ്റീവ് ക്ലോസ് ഹു വാസ് സിറ്റിംഗ് എലോൺ എന്നതാണ്. ഹു ആ റിലേറ്റീവ് ക്ലോസിന്റെ സബ്ജക്റ്റ് ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ചോക്ലേറ്റ്സ് എവിടെ? വേർ ആർ ദ ചോക്ലേറ്റ്സ്? അവ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു. ദേ വേർ ഇൻ ദ ഫ്രിഡ്ജ്. ഇതെങ്ങനെ നമ്മൾ കണക്ട് ചെയ്യും? ഞാനിവിടെ ദ ചോക്ലേറ്റ്സ് എഴുതാൻ വിട്ടുപോയി. വേർ ആർ ദ ചോക്ലേറ്റ്സ് ആണ്. ചോക്ലേറ്റ്സ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. നമ്മൾ സംസാരിക്കുന്നത് ചില പ്രത്യേക ചോക്ലേറ്റ്സിനെ കുറിച്ചാണല്ലോ. ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന ചോക്ലേറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേക വസ്തുക്കളെ കുറിച്ച് അല്ലെങ്കിൽ വ്യക്തികളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ ദ ഉപയോഗിക്കും. വേർ ആർ ദ ചോക്ലേറ്റ്സ്? ദേ വേർ ഇൻ ദ ഫ്രിഡ്ജ്. ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന ചോക്ലേറ്റ്സ് എവിടെ? അങ്ങനെയല്ലേ നമുക്കിത് കണക്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് കിട്ടുക. എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്? ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന ചോക്ലേറ്റ്സ്. നമ്മൾ രണ്ടാമത്തെ ക്ലോസിൽ ദേ എന്ന പ്രൊനൗണിന് പകരം നമ്മൾ എന്തുപയോഗിക്കും? വിച്ച്. ചോക്ലേറ്റ്സ് ആളുകളല്ല, വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് വിച്ച് ആണ്. നമുക്ക് അവിടെ വേണമെങ്കിൽ ദാറ്റും ഉപയോഗിക്കാം. കഴിഞ്ഞ എക്സാമ്പിൾസ് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അവിടെ ഹൂന് പകരം നമുക്ക് ദാറ്റും ഉപയോഗിക്കാമായിരുന്നു. കഴിഞ്ഞ 3 എക്സാമ്പിൾസിലും അത് സാധ്യമായിരുന്നു. ഇവിടെ നമുക്ക് വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഉപയോഗിക്കാം. വേർ ആർ ദ ചോക്ലേറ്റ്സ് ദാറ്റ് വേർ ഇൻ ദ ഫ്രിഡ്ജ് അല്ലെങ്കിൽ വിച്ച് വേർ ഇൻ ദ ഫ്രിഡ്ജ്. രണ്ടാമത്തെ ക്ലോസിൽ ദേ എന്ന പ്രൊനൗണിന് പകരം നമ്മൾ ദാറ്റ് അല്ലെങ്കിൽ വിച്ച് ഉപയോഗിക്കും. ദാറ്റ് വേർ ഇൻ ദ ഫ്രിഡ്ജ് അല്ലെങ്കിൽ വിച്ച് വേർ ഇൻ ദ ഫ്രിഡ്ജ് എന്നതാണ് ഇവിടുത്തെ റിലേറ്റീവ് ക്ലോസ്. പിന്നെ അത് ചോക്ലേറ്റ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അല്ലേ തരുന്നത്. അതുകൊണ്ട് തന്നെ ചോക്ലേറ്റ്സ് എന്ന നൗണിന് ശേഷമാണ് നമ്മൾ ആ റിലേറ്റീവ് ക്ലോസിനെ പ്ലേസ് ചെയ്യുന്നത്. Where are the chocolates that were in the fridge? അല്ലെങ്കിൽ where are the chocolates which were in the fridge? ഇവിടെ ചോക്ലേറ്റ്സ് എന്ന നൗണിനെ കുറിച്ചുള്ള അഡീഷണൽ ഇൻഫർമേഷൻ ആണ് റിലേറ്റീവ് ക്ലോസ് തരുന്നത്. അതുകൊണ്ട് തന്നെ ചോക്ലേറ്റ്സ് എന്ന നൗണിന് ശേഷമാണ് ഈ റിലേറ്റീവ് ക്ലോസ് വരുന്നത്. ചില കഥകൾക്ക് ദുഃഖപരമായ അവസാനമായിരിക്കും. ഇതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? സം സ്റ്റോറീസ് ഹാവ് അൺഹാപ്പി എൻഡിങ്സ്. ചില കഥകൾക്ക് ദുഃഖപരമായ അവസാനമായിരിക്കും ഉണ്ടായിരിക്കും. എനിക്ക് അത്തരം കഥകൾ ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് സച്ച് സ്റ്റോറീസ് അല്ലെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് ദോസ് സ്റ്റോറീസ്. എനിക്ക് അത്തരം കഥകൾ ഇഷ്ടമല്ല. രണ്ട് സെന്റൻസിന്റെയും സബ്ജക്റ്റ് ഒന്നല്ല. ആദ്യത്തെ സെന്റൻസിന്റെ സബ്ജക്റ്റ് സ്റ്റോറീസ് ആണ്, രണ്ടാമത്തതിന്റെ സബ്ജക്റ്റ് ഐ ആണ്. രണ്ട് സെന്റൻസും സ്റ്റോറീസിനെ കുറിച്ചുള്ളതാണ്. അപ്പൊ ഈ സ്റ്റോറീസിനെ കുറിച്ച് പറയുന്ന ആ നൗണിന് പകരമാണ് നമ്മൾ റിലേറ്റീവ് പ്രൊനൗണോട് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? സാഡ് എൻഡിങ്സ് ഉള്ള സ്റ്റോറീസ് എനിക്ക് ഇഷ്ടമല്ല. ദുഃഖപരമായ അവസാനം ഉള്ള കഥകൾ. ആ ക്ലോസിലാണ് അപ്പോൾ നമ്മൾ മാറ്റം വരുത്തുന്നത് അല്ലേ? ഐ ഡോണ്ട് ലൈക്ക് സ്റ്റോറീസ് എന്ന ക്ലോസിൽ വ്യത്യാസം വരുത്തുന്നില്ല. ദുഃഖപരമായ അവസാനമുള്ള കഥകൾ എനിക്ക് ഇഷ്ടമല്ല. ആ ദുഃഖപരമായ അവസാനമുള്ള കഥകൾ എന്ന് പറയുന്ന ക്ലോസിലാണ് നമ്മൾ റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുന്നത്. സം സ്റ്റോറീസിന് പകരം നമ്മളിവിടെ വിച്ച് ഉപയോഗിക്കും അല്ലെങ്കിൽ ദാറ്റ് ഉപയോഗിക്കും. ഐ ഡോണ്ട് ലൈക്ക് സ്റ്റോറീസ് ദാറ്റ് ഹാവ് അൺഹാപ്പി എൻഡിങ്സ് അല്ലെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് സ്റ്റോറീസ് വിച്ച് ഹാവ് അൺഹാപ്പി എൻഡിങ്സ്. പിന്നെ സച്ച് സ്റ്റോറീസ് എന്നൊന്നും പറയരുത് കേട്ടോ. എനിക്ക് ദുഃഖപരമായ അൺഹാപ്പി എൻഡിങ്സ് ഉള്ള കഥകൾ ഇഷ്ടമല്ല. സച്ച് സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് രണ്ട് സെന്റൻസ് ആയി പറയുമ്പോൾ അത്തരം കഥകൾ എന്ന മീനിങ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് സച്ച് സ്റ്റോറീസ് എന്ന് പറയുന്നത്. നമ്മൾ റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ പിന്നെ അത് ഉപയോഗിക്കരുത്. സാഡ് എൻഡിങ്സ് ഉള്ള കഥകൾ എനിക്ക് ഇഷ്ടമല്ല. അവിടെ പിന്നെ അത്തരം എന്ന വാക്ക് വരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ സച്ച് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഐ ഡോണ്ട് ലൈക്ക് സ്റ്റോറീസ് ദാറ്റ് ഹാവ് അൺഹാപ്പി എൻഡിങ്സ്. റിലേറ്റീവ് ക്ലോസ് ഇവിടെ ദാറ്റ് ഹാവ് അൺഹാപ്പി എൻഡിങ്സ് ആണ് അല്ലെങ്കിൽ വിച്ച് ഹാവ് അൺഹാപ്പി എൻഡിങ്സ് ആണ്. മെയിൻ ക്ലോസ് ഐ ഡോണ്ട് ലൈക്ക് സ്റ്റോറീസ്. അതിന് നമ്മൾ മാറ്റമൊന്നും വരുത്തുന്നില്ല. കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മലയാളത്തിൽ ആ സെന്റൻസ് വരുന്നത് എന്ന് നോക്കുക. എന്നിട്ട് ഏത് ക്ലോസിലാണ് നമ്മൾ റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് അങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല. ഞാൻ ആ ആളുകളോട് സംസാരിച്ചിട്ടേ ഇല്ല. ഐ ഹാവ് നെവർ സ്പോക്കൺ ടു ദോസ് പീപ്പിൾ അല്ലെങ്കിൽ ഐ ഹാവ് നെവർ സ്പോക്കൺ ടു ദ പീപ്പിൾ. അത്രയും പറഞ്ഞാൽ മതി. അവർ അടുത്ത വീട്ടിലാണ് താമസിക്കുന്നത്. ദേ ലീവ് നെക്സ്റ്റ് ഡോർ.
ഐ ഹാവ് നെവർ സ്പോക്കൺ ടു ദ പീപ്പിൾ. ആ ആളുകളോട് എന്നതിന് തന്നെയാണ് നമ്മളിവിടെ ദ പീപ്പിൾ എന്നും പറയുന്നത്. അവർ അടുത്ത വീട്ടിലാണ് താമസിക്കുന്നത്. ദേ ലീവ് നെക്സ്റ്റ് ഡോർ. രണ്ട് ക്ലോസിൻ്റെയും സബ്ജക്റ്റ് ഡിഫറെൻ്റ് ആണ്. രണ്ട് ക്ലോസും അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആ വ്യക്തികളെ കുറിച്ചാണ്. നമുക്കിത് കണക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആ ആളുകളോട് ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല. ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല എന്ന ക്ലോസിന് ഒരു വ്യത്യാസവും വരുന്നില്ല. മറിച്ച് വ്യത്യാസം വരുന്നത് അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആ ആളുകൾ എന്ന ക്ലോസിനാണ്. അപ്പോൾ നമ്മളിവിടെ രണ്ടാമത്തെ ക്ലോസിൽ ദേക്ക് പകരം ഹു ഉപയോഗിക്കും. ദാറ്റും നമുക്ക് ഉപയോഗിക്കാം. ഐ ഹാവ് നെവർ സ്പോക്കൺ ടു ദ പീപ്പിൾ ഹു ലീവ് നെക്സ്റ്റ് ഡോർ, അല്ലെങ്കിൽ ദാറ്റ് ലീവ് നെക്സ്റ്റ് ഡോർ. അടുത്ത വീട്ടിൽ താമസിക്കുന്ന ഹു ലീവ് നെക്സ്റ്റ് ഡോർ, അതാണ് ആ ക്ലോസിന് അർത്ഥം. അതാണ് ഇവിടുത്തെ റിലേറ്റീവ് ക്ലോസ്. അത് പീപ്പിൾ എന്ന നൗണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണല്ലോ ക്ലോസ് വരുന്നത്. അതുകൊണ്ട് തന്നെ പീപ്പിൾ എന്ന നൗണിന് ശേഷമാണ് ആ ക്ലോസ് വരുന്നത്. ഐ ഹാവ് നെവർ സ്പോക്കൺ ടു ദ പീപ്പിൾ ഹു ലീവ് നെക്സ്റ്റ് ഡോർ. എൻ്റെ ബ്രദർ ഒരു കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ ഇത് പറയുന്നത്. ആളുകളുടെ ജോലിയെ കുറിച്ച് പറയാൻ നമ്മൾ ആ ടെൻസാണ് പൊതുവെ ഉപയോഗിക്കുക. മൈ ബ്രദർ വർക്ക്സ് ഫോർ എ കമ്പനി. എൻ്റെ ബ്രദർ ഒരു കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. ആ കമ്പനി വാഷിംഗ് മെഷീൻസ് നിർമ്മിക്കുന്നു. ദാറ്റ് കമ്പനി മേക്സ് വാഷിംഗ് മെഷീൻസ്. മൈ ബ്രദർ വർക്ക്സ് ഫോർ എ കമ്പനി. ദാറ്റ് കമ്പനി മേക്സ് വാഷിംഗ് മെഷീൻസ്. വാഷിംഗ് മെഷീൻ നിർമ്മിക്കുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയാണ് എൻ്റെ സഹോദരൻ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയല്ലേ നമുക്കത് പറയേണ്ടത്? വാഷിംഗ് മെഷീൻ നിർമ്മിക്കുന്ന ഒരു കമ്പനി. അപ്പം നമ്മളിവിടെ റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുന്നത് ആ ക്ലോസിലാണ്. എൻ്റെ സഹോദരൻ ജോലി ചെയ്യുന്നു എന്ന് പറയുന്ന ആ ക്ലോസിൽ ഒരു ചേഞ്ചും വരുന്നില്ല. മറിച്ച് നമ്മൾ രണ്ടാമത്തെ ക്ലോസിൽ ദാറ്റ് കമ്പനി എന്ന ആ നൗൺ ഫ്രേസിന് പകരം നമ്മളവിടെ വിച്ച് ഉപയോഗിക്കും, അല്ലെങ്കിൽ ദാറ്റ് ഉപയോഗിക്കും. കമ്പനി എന്ന് പറയുമ്പോൾ അത് ആളുകളല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ആളുകളെ കുറിച്ച് പറയാനാണ് നമ്മൾ ഹു ഉപയോഗിക്കുക. മൈ ബ്രദർ വർക്ക്സ് ഫോർ എ കമ്പനി ദാറ്റ് മേക്സ് വാഷിംഗ് മെഷീൻസ്. ദാറ്റിന് പകരം നമുക്കിവിടെ വിച്ച് ഉപയോഗിക്കാം. മൈ ബ്രദർ വർക്ക്സ് ഫോർ എ കമ്പനി വിച്ച് മേക്സ് വാഷിംഗ് മെഷീൻസ്. ഇങ്ങനെ എല്ലായ്പ്പോഴും നമുക്ക് വിച്ചിന് പകരം ദാറ്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നില്ല. നമ്മളത് അടുത്ത ക്ലാസ്സിൽ പറയും. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ വസ്തുക്കളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി വിച്ച് ഉപയോഗിക്കുക, ആളുകളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ഹു ഉപയോഗിക്കുക. പലപ്പോഴും നമുക്ക് ആളുകളെ കുറിച്ച് പറയാനും വസ്തുക്കളെ കുറിച്ച് പറയാനും ദാറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷെ എപ്പോഴും അത് സാധ്യമല്ല. അതുകൊണ്ട് എന്തെങ്കിലും സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആളുകളെ കുറിച്ച് പറയാൻ ഹു തന്നെ ഉപയോഗിക്കുക. വസ്തുക്കളെ കുറിച്ച്, കെട്ടിടങ്ങളെ കുറിച്ച്, അതുപോലെ രാജ്യങ്ങളെ കുറിച്ചെല്ലാം പറയാൻ വിച്ച് ഉപയോഗിക്കുക. ഒരിക്കലും ആളുകളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി വിച്ച് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ജീവനില്ലാത്ത വസ്തുക്കളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ഹു ഉപയോഗിക്കരുത്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഒരു പെൺകുട്ടിക്ക് 1ാം സമ്മാനം ലഭിച്ചു. ലഭിച്ചു, വിൻ എന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന വെർബ്. അതിന്റെ പാസ്റ്റ് ഫോമാണ് നമുക്ക് വേണ്ടത്, വൺ. എ ഗേൾ വൺ ദ ഫസ്റ്റ് പ്രൈസ്. ഞങ്ങൾ അവളെ അഭിനന്ദിച്ചു. വി കൺഗ്രാജുലേറ്റഡ് ഹെർ. ഇനി നമുക്ക് ഇതിനെ കമ്പൈൻ ചെയ്യണം. 1ാം സമ്മാനം ലഭിച്ച കുട്ടിയെ, പെൺകുട്ടിയെ ഞങ്ങൾ അഭിനന്ദിച്ചു, അതല്ലേ പറയേണ്ടത്. ആ 1ാം സമ്മാനം ലഭിച്ച പെൺകുട്ടിയെ എന്നാണ് പറയുമ്പോൾ ആ ക്ലോസിലാണ് നമ്മൾ ചേഞ്ച് വരുത്തുന്നത്. അതിലെ ആ എ ഗേൾ എന്ന നൗണിന് പകരമാണ് നമ്മളിവിടെ റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുക ഹു ആണ്. കാരണം പെൺകുട്ടി ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രൊനൗൺ ഹു ആണ്. ആ റിലേറ്റീവ് ക്ലോസ് അപ്പ് എങ്ങനെ വരും? ഹു വൺ ദ ഫസ്റ്റ് പ്രൈസ്. ഈ രണ്ട് ക്ലോസും ഒരു പെൺകുട്ടിയെ കുറിച്ചാണ്. ഫസ്റ്റ് പ്രൈസ് ലഭിച്ച പെൺകുട്ടിയെ കുറിച്ചാണ് ഈ രണ്ട് ക്ലോസും. ഇനി നമ്മൾ ഈ റിലേറ്റീവ് ക്ലോസിനെ രണ്ടാമത്തെ ക്ലോസിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആ പെൺകുട്ടിയെ കുറിച്ചുള്ള റിലേറ്റീവ് ക്ലോസ് ആയത് കാരണം ആ പെൺകുട്ടിയെ സൂചിപ്പിക്കുന്ന നൗണിന് ശേഷമാണ് ഇത് വരിക. വി കൺഗ്രാജുലേറ്റഡ് ദ ഗേൾ ഹു വൺ ദ ഫസ്റ്റ് പ്രൈസ്. അങ്ങനെയാണ് നമുക്കിത് കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുക. വി കൺഗ്രാജുലേറ്റഡ് ദ ഗേൾ ഹു വൺ ദ ഫസ്റ്റ് പ്രൈസ്. ഒരു ഇൻഫോർമൽ സ്റ്റൈലിൽ നമുക്കിവിടെ ഹൂവിന് പകരം ദാറ്റ് ഉപയോഗിക്കാം. വി കൺഗ്രാജുലേറ്റഡ് ദ ഗേൾ ദാറ്റ് വൺ ദ ഫസ്റ്റ് പ്രൈസ്. അങ്ങനെയും നമുക്ക് പറയാവുന്നതാണ്. റിലേറ്റീവ് ക്ലോസസ് എല്ലായ്പ്പോഴും ഏത് നൗണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണോ അത് തരുന്നത് ആ നൗണിന് ശേഷം തന്നെ ഉപയോഗിക്കുക. ഒരു കുട്ടിക്ക് ആ ആക്സിഡന്റിൽ പരിക്ക് പറ്റി. ഒരു കുട്ടി എന്ന് പറയുമ്പോൾ എ ചൈൽഡ്, ഞാനിവിടെ എ ബോയ് എന്നാണ് പറയുന്നത്. ആക്സിഡന്റിൽ പരിക്ക് പറ്റി. എ ബോയ് വാസ് ഇഞ്ചേർഡ് ഇൻ ദ ആക്സിഡന്റ്. പാസീവ് വോയിസിലാണ് സെന്റൻസ്. മലയാളത്തിൽ എഴുതിയിട്ടുള്ളത് പാസീവ് വോയിസിലല്ല. എ ബോയ് വാസ് ഇഞ്ചേർഡ് ഇൻ ദ ആക്സിഡന്റ്. അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഹി ഹാസ് ബീൻ ടേക്കൺ ടു ഹോസ്പിറ്റൽ. അതും പാസീവ് വോയിസിലാണ്. സംബഡി ഹാസ് ടേക്കൺ ഹിം ടു ഹോസ്പിറ്റൽ, അതാണ് അതിൻ്റെ ആക്റ്റീവ് ഫോം. നമ്മളതിൻ്റെ പാസീവ് ഫോമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിനെ കണക്ട് ചെയ്യണം. ആക്സിഡൻറ്റിൽ പരിക്ക് പറ്റിയ ആ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയല്ലേ നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ അതാണ് കിട്ടുക. ഇവിടുത്തെ രണ്ട് സെൻറ്റൻസും ആ കുട്ടിയെ കുറിച്ചുള്ളതാണ്. രണ്ട് സെൻറ്റൻസിൻ്റെയും സബ്ജക്റ്റായി വന്നിട്ടുള്ളതും ആ കുട്ടി തന്നെയാണ്.
രണ്ടാമത്തെ സെന്റൻസിൽ നമ്മളിവിടെ പ്രൊനൗൺ ആണ് ഉപയോഗിച്ചത് എന്ന് മാത്രം. രണ്ടിൻ്റെയും സബ്ജക്റ്റ് ബോയ് തന്നെയാണ്. ആക്സിഡന്റിൽ പരിക്ക് പറ്റിയ ആ കുട്ടിയെ മാറ്റി എന്നല്ലേ പറയേണ്ടത്. അപ്പോൾ ആ ക്ലോസിലാണ് നമ്മൾ റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുന്നത്. ഹു വാസ് ഇൻജേർഡ് ഇൻ ദ ആക്സിഡന്റ്, അതാണ് നമ്മുടെ ഇവിടുത്തെ റിലേറ്റീവ് ക്ലോസ്. ഇനി അതിനെ നമ്മൾ ബോയ് എന്ന ആ നൗണിന് ശേഷമാണ് ഉപയോഗിക്കേണ്ടത് അല്ലെ. രണ്ടാമത്തെ ക്ലോസിൽ ഞാനിവിടെ ഹി ആണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ തീർച്ചയായും നമുക്കിത് കണക്ട് ചെയ്യുമ്പോൾ ഹി ഉപയോഗിച്ചാൽ പോരാ, ആ നൗൺ തന്നെ വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ബോയ് എന്ന നൗൺ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ആൺകുട്ടിയെ എന്നല്ലേ പറയേണ്ടത്. ദ ബോയ് എന്നാണ് പറയുന്നത്, എ ബോയ് എന്നല്ല. ദ ബോയ് who was injured in the accident has been taken to hospital. The boy who was injured in the accident has been taken to hospital. whoവിന് പകരം നമുക്കിവിടെ that ഉപയോഗിക്കാം. that was injured in the accident എന്നും പറയാം. who was അല്ലെങ്കിൽ that was injured in the accident എന്നതാണ് ഇവിടുത്തെ റിലേറ്റീവ് ക്ലോസ്. അത് മെയിൻ ക്ലോസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ബോയ് എന്ന നൗണിന് ശേഷമാണ് നമ്മൾ ആ റിലേറ്റീവ് ക്ലോസ് ഇവിടെ യൂസ് ചെയ്യുന്നത്. The boy who was injured in the accident has been taken to hospital. ഒരു വെയിറ്റർ ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്നു. എ വെയിറ്റർ brought us food എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ, അതല്ല ഞാനിവിടെ എഴുതുന്നത്. എ വെയിറ്റർ served us. ഒരു വെയിറ്റർ ഞങ്ങളെ സെർവ് ചെയ്തു, ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണം കൊണ്ടുതന്നു. അയാൾ അക്ഷമനും മര്യാദയില്ലാത്തവനുമായിരുന്നു. അക്ഷമൻ എന്ന് പറയുമ്പോൾ ഇംപേഷ്യന്റ്, മര്യാദയില്ലാത്തവൻ എന്ന് പറയുമ്പോൾ മാന്യമായി പെരുമാറാത്തവൻ എന്ന് പറയുമ്പോൾ ഇംപൊളൈറ്റ്. He was impatient and impolite. ഇതാണ് നമ്മുടെ രണ്ട് ക്ലോസസ്. ഇത് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടു തന്ന വെയിറ്റർ അക്ഷമനും ഇംപേഷ്യൻറ്റും ആയിരുന്നു. ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന വെയിറ്റർ അല്ലേ, ആ ക്ലോസിലാണ് നമ്മൾ ചേഞ്ച് വരുത്തുന്നത്. ഹൂ സെർവ്ഡ് us, അതാണ് നമ്മളിവിടെ പറയുക. എ വെയിറ്റർ സെർവ്ഡ് us എന്ന ക്ലോസിലാണ് നമ്മൾ ചേഞ്ച് വരുത്തുന്നത്. വെയിറ്റർ എന്ന നൗണിന് പകരം നമ്മളവിടെ ഹൂ ഉപയോഗിച്ചു. ഇവിടെ രണ്ട് ക്ലോസിൻ്റെയും സബ്ജക്റ്റ് ഒരേ വ്യക്തി തന്നെയാണ്. ഇങ്ങനെ രണ്ട് ക്ലോസിൻ്റെയും സബ്ജക്റ്റ് ഒരേ വ്യക്തി തന്നെയാവുമ്പോൾ ഈ റിലേറ്റീവ് ക്ലോസ് ആ സെന്റൻസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വരിക, മെയിൻ ക്ലോസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വരിക. ഇതിപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യാം? ഹൂ സെർവ്ഡ് us ആണ് ഇവിടുത്തെ റിലേറ്റീവ് ക്ലോസ്. ഹി വാസ് ഇംപൊളൈറ്റ് ആൻഡ് ഇംപേഷ്യന്റ്. നമ്മളിത് കണക്ട് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ഈ പ്രൊനൗൺ ഉപയോഗിച്ചാൽ പോരാ, അതിന് പകരം നൗൺ തന്നെ ഉപയോഗിക്കണം. ആ വെയിറ്റർ, ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുതന്ന ആ വെയിറ്റർ ഇംപേഷ്യന്റ് ആയിരുന്നു എന്നല്ലേ പറയേണ്ടത്. ആ വെയിറ്റർ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളോട് ഉപയോഗിക്കുന്ന എ വെയിറ്റർ അല്ല, ദ വെയിറ്റർ ആണ്. The waiter who served us was impatient and impolite. The waiter who served us was impatient and impolite. Who served us ആണ് ഇവിടുത്തെ റിലേറ്റീവ് ക്ലോസ്. The waiter was impatient and impolite എന്നതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസ്. കണക്ട് ചെയ്യുമ്പോൾ പിന്നെ പ്രൊനൗൺ ഉപയോഗിച്ചാൽ പോരാ, മീനിങ് വ്യക്തമാക്കാൻ വേണ്ടി നമ്മൾ ആ നൗൺ തന്നെ യൂസ് ചെയ്യണം. ഞാനൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചു. ഐ ബോട്ട് എ ലാപ്ടോപ്പ്. ഇറ്റ് വാസ് എക്സ്പെൻസീവ്. അത് എക്സ്പെൻസീവ് ആയിരുന്നു. എക്സ്പെൻസീവ് ആണ് എന്നാണ് എഴുതിയത്, എക്സ്പെൻസീവ് ആയിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഇറ്റ് വാസ് എക്സ്പെൻസീവ് എന്നാണ് പറയുന്നത്. ഐ ബോട്ട് എ ലാപ്ടോപ്പ്. ഇറ്റ് വാസ് എക്സ്പെൻസീവ്. നമുക്കിതിനെ കണക്ട് ചെയ്യുമ്പോൾ ആക്ച്വലി ഞാൻ വാങ്ങിച്ച ലാപ്ടോപ്പ് എക്സ്പെൻസീവ് ആയിരുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ എക്സ്പെൻസീവായ ഒരു ലാപ്ടോപ്പ് ഞാൻ വാങ്ങിച്ചു എന്ന് പറയാം അല്ലേ. രണ്ട് രീതിയിലും കണക്ട് ചെയ്യാം. എക്സ്പെൻസീവായ ഒരു ലാപ്ടോപ്പ് ഞാൻ വാങ്ങിച്ചു എന്നാണ് പറയേണ്ടത് എന്ന് കരുതുക. എക്സ്പെൻസീവായ ഒരു ലാപ്ടോപ്പ്, നമ്മളപ്പോൾ ആ ക്ലോസിലാണ് ചേഞ്ച് വരുത്തുന്നത്. ഇറ്റ് എന്ന ആ പ്രൊനൗണിന് പകരമാണ് നമ്മളിവിടെ ദാറ്റ് അല്ലെങ്കിൽ വിച്ച് എന്ന റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുന്നത്. ദാറ്റ് വാസ് എക്സ്പെൻസീവ് അല്ലെങ്കിൽ വിച്ച് വാസ് എക്സ്പെൻസീവ്, അതാണ് നമ്മുടെ റിലേറ്റീവ് ക്ലോസ്. ഐ ബോട്ട് എ ലാപ്ടോപ്പ് ദാറ്റ് വാസ് എക്സ്പെൻസീവ് അല്ലെങ്കിൽ ഐ ബോട്ട് എ ലാപ്ടോപ്പ് വിച്ച് വാസ് എക്സ്പെൻസീവ്. വില കൂടുതലുള്ള ഒരു ലാപ്ടോപ്പ് ഞാൻ വാങ്ങിച്ചു എന്നർത്ഥം. ഐ ബോട്ട് എ ലാപ്ടോപ്പ് ദാറ്റ് വാസ് എക്സ്പെൻസീവ്. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം, അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സെൻറ്റൻസ് ഇവിടെ എഴുതി കാണിക്കാമെന്ന് മാത്രം. ദ ലാപ്ടോപ്പ് ദാറ്റ് ഐ ബോട്ട് വാസ് എക്സ്പെൻസീവ്. ദ ലാപ്ടോപ്പ് ദാറ്റ് ഐ ബോട്ട് വാസ് എക്സ്പെൻസീവ്. ഇവിടെ നമ്മൾ മറ്റൊരു രീതിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടുത്തെ റിലേറ്റീവ് ക്ലോസ് ദാറ്റ് ഐ ബോട്ട് എന്നതാണ്. അതിൽ ദാറ്റ് എന്ന റിലേറ്റീവ് പ്രൊനൗൺ ഒബ്ജക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആ ക്ലോസിന് ഐ എന്ന ഒരു സബ്ജക്റ്റ് വേറെയുണ്ട്. പക്ഷെ അതിന് മുകളിൽ കൊടുത്തിട്ടുള്ള ക്ലോസിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നില്ല. ഇങ്ങനെ റിലേറ്റീവ് പ്രൊനൗൺ ഒബ്ജക്റ്റായി വരുമ്പോൾ എങ്ങനെ ക്ലോസസ് കണക്ട് ചെയ്യണം എന്ന് ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അതിന് മുകളിലെ സെൻറ്റൻസ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വിച്ച് വാസ് എക്സ്പെൻസീവ് എന്ന റിലേറ്റീവ് ക്ലോസിൽ മറ്റ് സബ്ജക്റ്റ് ഒന്നുമില്ല. അതിൻ്റെ സബ്ജക്റ്റായി വന്നിട്ടുള്ളത് വിച്ച് എന്ന റിലേറ്റീവ് പ്രൊനൗൺ തന്നെയാണ്. പക്ഷേ ഏറ്റവും താഴെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസിൽ ദാറ്റ് ഐ ബോട്ട് എന്ന ക്ലോസിൽ ദാറ്റ് എന്ന റിലേറ്റീവ് പ്രൊനൗണിന് പകരം ഐ എന്ന ഒരു സബ്ജക്റ്റ് വേറെ വരുന്നുണ്ട്. ഇവിടെ ദാറ്റ് ആ റിലേറ്റീവ് ക്ലോസിൻ്റെ ഒബ്ജക്റ്റ് ആണ്, സബ്ജക്റ്റ് അല്ല. ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം.
ദ ലാപ്ടോപ്പ് ദാറ്റ് ഐ ബോട്ട് വാസ് എക്സ്പെൻസീവ്, അല്ലെങ്കിൽ ഐ ബോട്ട് എ ലാപ്ടോപ്പ് വിച്ച് വാസ് എക്സ്പെൻസീവ്. വിച്ചിന് പകരം നമുക്കിവിടെ ദാറ്റ് ഉപയോഗിക്കാവുന്നതാണ്. രണ്ട് എക്സാമ്പിളിലും നമുക്ക് വിച്ചും ദാറ്റും ഉപയോഗിക്കാവുന്നതാണ്. ആ കെട്ടിടം തീയിൽ നശിച്ചിരുന്നു. അതെങ്ങനെ നമ്മൾ പറയും? ദ ബിൽഡിംഗ് വാസ് ഡെസ്ട്രോയ്ഡ് ഇൻ ദ ഫയർ. ദ ബിൽഡിംഗ് വാസ് ഡെസ്ട്രോയ്ഡ് ഇൻ ദ ഫയർ. ആ കെട്ടിടം തീയിൽ നശിച്ചിരുന്നു. തീയിൽ നശിച്ചിരുന്നു. ആ കെട്ടിടം പുനർനിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഹാസ് ബീൻ റീബിൽറ്റ്. ഇറ്റ് ഹാസ് ബീൻ റീബിൽറ്റ്. അത് പാസീവ് വോയിസിലാണത്. ദ ബിൽഡിംഗ് വാസ് ഡെസ്ട്രോയ്ഡ് ഇൻ ദ ഫയർ. ഇറ്റ് ഹാസ് ബീൻ റീബിൽറ്റ്. തീയിൽ കത്തി നശിച്ച ആ കെട്ടിടം പുനർനിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയല്ലേ പറയേണ്ടത്? തീയിൽ കത്തി നശിച്ച ആ കെട്ടിടം. അപ്പം ആ ക്ലോസിലാണ് നമ്മൾ റിലേറ്റീവ് പ്രിനൗൺ ഉപയോഗിക്കുന്നത്. ആദ്യത്തെ ക്ലോസിലാണ് നമ്മളിവിടെ റിലേറ്റീവ് പ്രിനൗൺ ഉപയോഗിക്കുന്നത്. ദാറ്റ് വാസ് ഡെസ്ട്രോയ്ഡ് ഇൻ ദ ഫയർ. അതാണ് നമ്മുടെ റിലേറ്റീവ് ക്ലോസ്. അല്ലെങ്കിൽ വിച്ച് വാസ് ഡെസ്ട്രോയ്ഡ് ഇൻ ദ ഫയർ. റിലേറ്റീവ് ക്ലോസ് അതാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ ക്ലോസിൽ ഇറ്റ് എന്ന പ്രിനൗൺ ഉപയോഗിച്ചാൽ പോരാ, അതിന് പകരം നമ്മൾ നൗൺ തന്നെ യൂസ് ചെയ്യും. നമ്മൾ ദ ബിൽഡിംഗ്, ഇറ്റിന് പകരം നമ്മളവിടെ ദ ബിൽഡിംഗ് എന്നാണ് പറയുന്നത്. ദ ബിൽഡിംഗ് വിച്ച് വാസ് ഡെസ്ട്രോയ്ഡ് ഇൻ ദ ഫയർ ഹാസ് ബീൻ റീബിൽറ്റ്. The building which was destroyed in the fire has been rebuilt. The building has been rebuilt ആണ് ഇവിടുത്തെ മെയിൻ ക്ലോസ്. Which was destroyed in the fire എന്നതാണ് ഇവിടുത്തെ റിലേറ്റീവ് ക്ലോസ്. തീപിടുത്തത്തിൽ നശിച്ച ആ കെട്ടിടം, ആ ക്ലോസിലാണ് നമ്മൾ റിലേറ്റീവ് പ്രിനൗൺ യൂസ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കാം. ചില ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. Some people have been arrested. പാസീവ് വോയിസിലാണ്. The police have arrested some people. അതാണ് അതിൻ്റെ ആക്റ്റീവ് ഫോം. Some people have been arrested. അവർ കലാപത്തിൽ പങ്കുള്ളവരായിരുന്നു. They were involved in the riots. അവർക്ക് കലാപത്തിൽ പങ്കുണ്ടായിരുന്നു. They were involved in the riots. കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? കലാപത്തിൽ പങ്കുണ്ടായിരുന്ന ചില ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അല്ലെ? കലാപത്തിൽ പങ്കുണ്ടായിരുന്ന ചില ആളുകൾ. ആ ക്ലോസിലാണ് നമ്മൾ ചേഞ്ച് വരുത്തുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാമത്തെ ക്ലോസിലാണ് റിലേറ്റീവ് പ്രിനൗൺ ഉപയോഗിക്കുന്നത്. ദേ എന്ന ആ പ്രിനൗണിന് പകരമാണ് നമ്മൾ ഹു എന്ന റിലേറ്റീവ് പ്രിനൗൺ ഉപയോഗിക്കുന്നത്. Some people who were involved in the riots have been arrested. Some people who were involved in the riots have been arrested. Who were involved in the riots എന്ന റിലേറ്റീവ് ക്ലോസ് some people എന്ന നൗണിന് ശേഷം വന്നു. കാരണം ഇത് ആ നൗണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഈ റിലേറ്റീവ് ക്ലോസ് അവിടെ തരുന്നത്. Some people who were involved in the riots have been arrested. ഹൂവിന് പകരം നമുക്കിവിടെ ദാറ്റ് ഉപയോഗിക്കാവുന്നതാണ്. കഥ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ്. The story is about a girl. അവൾ ലോകം ചുറ്റി ഒരു യാത്ര പോയിരുന്നു. She went on a trip around the world. The story is about a girl. She went on a trip around the world. അവൾ ലോകം ചുറ്റി ഒരു യാത്ര പോയിരുന്നു. She went on a trip around the world. ലോകം ചുറ്റി യാത്ര പോയ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് കഥ. അങ്ങനെയല്ലേ നമുക്കിത് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുക? ലോകം ചുറ്റി യാത്ര പോയ ഒരു പെൺകുട്ടി. അപ്പൊ നമ്മൾ ചേഞ്ച് വരുത്തുന്നത് ആ ക്ലോസിലാണ്. ഷീ എന്ന പ്രിനൗണിന് പകരം നമ്മൾ അവിടെ ഹു എന്ന റിലേറ്റീവ് പ്രിനൗൺ ഉപയോഗിക്കും. കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? അത് ഗേൾ എന്ന നൗണിനെ കുറിച്ചല്ലേ? ഹു വെന്റ് ഓൺ എ ട്രിപ്പ് അറൌണ്ട് ദ വേൾഡ് എന്ന റിലേറ്റീവ് ക്ലോസ് ഗേളിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് തരുന്നത്. അപ്പോൾ ഗേൾ എന്ന നൗണിന് ശേഷമാണ് അത് വരുന്നത്. ദ സ്റ്റോറി ഈസ് അബൌട്ട് എ ഗേൾ ഹു വെന്റ് ഓൺ എ ട്രിപ്പ് അറൌണ്ട് ദ വേൾഡ്. The story is about a girl who went on a trip around the world. ലോകം ചുറ്റി യാത്ര പോയ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് ഈ കഥ. ഗേൾ എന്ന നൗണിന് ശേഷമാണ് who went on a trip around the world എന്ന റിലേറ്റീവ് ക്ലോസ് വന്നത്. കാരണം അത് ആ ഗേളിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് തരുന്നത്. ഒരു ബസ് എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട്. എ ബസ് ഗോസ് ടു ദ എയർപോർട്ട്. അത് എല്ലാ അരമണിക്കൂറിലും ഓടുന്നു. It runs every half hour. A bus goes to the airport. It runs every half hour. എയർപോർട്ടിലേക്ക് പോകുന്ന ബസ് എല്ലാ അരമണിക്കൂറിലും ഓടുന്നു. അങ്ങനെയല്ലേ നമുക്ക് പറയേണ്ടത്? കണക്ട് ചെയ്യുമ്പോൾ അതാണ് കിട്ടുക. എയർപോർട്ടിലേക്ക് പോകുന്ന ബസ്. ആ ക്ലോസിലാണ് നമ്മൾ ചേഞ്ച് വരുത്തുന്നത്. ദാറ്റ് ഗോസ് ടു ദ എയർപോർട്ട് അല്ലെങ്കിൽ വിച്ച് ഗോസ് ടു ദ എയർപോർട്ട്. അതാണ് നമ്മുടെ റിലേറ്റീവ് ക്ലോസ് ഇവിടെ. പിന്നെ നമ്മൾ രണ്ടാമത്തെ ക്ലോസിൽ ഇറ്റ് ഉപയോഗിച്ചാൽ പോരാ, ബസ് എന്ന നൗൺ തന്നെ വേണം അവിടെ ഉപയോഗിക്കാൻ. എ ബസ് അല്ല ഉപയോഗിക്കുന്നത്, ദ ബസ്സാണ്. ആ ബസ് എന്നല്ലേ പറയേണ്ടത്, അതുകൊണ്ട് നമ്മൾ ദ ബസ്സാണ് ഉപയോഗിക്കുന്നത്. ദ ബസ് വിച്ച് ഗോസ് ടു ദ എയർപോർട്ട് റൺസ് എവറി ഹാഫ് അവർ. ദ ബസ് വിച്ച് ഗോസ് ടു ദ എയർപോർട്ട് റൺസ് എവറി ഹാഫ് അവർ. എവറി ഹാഫ് അവർ എന്ന് പറയുമ്പോൾ ഓരോ അരമണിക്കൂറിലും എന്നാണ് അർത്ഥം. നമുക്കിവിടെ വിച്ചിന് പകരം ദാറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ദ ബസ് ദാറ്റ് ഗോസ് ടു ദ എയർപോർട്ട് റൺസ് എവറി ഹാഫ് അവർ. പോലീസ് ആ മനുഷ്യനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. The police have arrested the man. The police have arrested the man. അയാൾ എൻ്റെ വാലറ്റ് മോഷ്ടിച്ചു. He stole my wallet.
എൻ്റെ വാലറ്റ് മോഷ്ടിച്ച ആ മനുഷ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലേ പറയണ്ടേ? എൻ്റെ വാലറ്റ് മോഷ്ടിച്ച ആ മനുഷ്യനെ. ഹീ സ്റ്റോൾ മൈ വാലറ്റ് എന്ന ക്ലോസിലാണ് നമ്മൾ ചേഞ്ച് വരുത്തുന്നത്. ഹീക്ക് പകരം നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഹൂ എന്ന റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കും. ദാറ്റും ഉപയോഗിക്കാവുന്നതാണ്. The police have arrested the man who stole my wallet. The police have arrested the man who stole my wallet. ഇവിടെ who stole my wallet എന്ന റിലേറ്റീവ് ക്ലോസ് മാൻ എന്ന നൗണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് തരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ശേഷമാണ് വന്നത്. അത് പോലീസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അല്ല തരുന്നത്. ദ പോലീസ് ഹൂ സ്റ്റോൾ മൈ വാലറ്റ് എന്ന് പറയരുത്. അങ്ങനെയാകുമ്പോൾ പോലീസ് എൻ്റെ വാലറ്റ് മോഷ്ടിച്ചു എന്നർത്ഥം വരും. ആരാണോ മോഷ്ടിച്ചത് അവർക്ക് ശേഷമാണ് ആ റിലേറ്റീവ് ക്ലോസ് വേണ്ടത്. The police have arrested the man who stole my wallet. വാക്കുകളുടെ അർത്ഥം നൽകുന്ന ഒരു പുസ്തകമാണ് ഡിക്ഷണറി. ഒരു പുസ്തകമാണ് ഡിക്ഷണറി. എ ഡിക്ഷണറി ഈസ് എ ബുക്ക്. വാക്കുകളുടെ അർത്ഥം നൽകുന്ന പുസ്തകമാണ്. ഇറ്റ് ഗീവ്സ് ദ മീനിങ് ഓഫ് വേർഡ്സ്. ഇതാണ് നമ്മുടെ രണ്ട് സെന്റൻസസ്. എ ഡിക്ഷണറി ഈസ് എ ബുക്ക്. ഇറ്റ് ഗീവ്സ് ദ മീനിങ് ഓഫ് വേർഡ്സ്. ഇറ്റ് ഗീവ്സ് യു ദ മീനിങ് ഓഫ് വേർഡ്സ് എന്നും പറയാം. ഇറ്റ് ഗീവ്സ് ദ മീനിങ് ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞാലും മതി. ഇറ്റ് ഗീവ്സ് യു എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് നൽകുന്നു എന്നർത്ഥം. വാക്കുകളുടെ അർത്ഥം തരുന്ന ഒരു പുസ്തകമാണ് ഡിക്ഷണറി. അങ്ങനെയല്ലേ വേണ്ടത്? വാക്കുകളുടെ അർത്ഥം തരുന്ന ഒരു പുസ്തകമാണ്. ആ ക്ലോസിലാണ് നമ്മൾ ചേഞ്ച് വരുത്തുന്നത്. ഇറ്റിന് പകരം നമ്മൾ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഉപയോഗിക്കും. എ ഡിക്ഷണറി ഈസ് എ ബുക്ക് ദാറ്റ് ഗീവ്സ് യു ദ മീനിങ് ഓഫ് വേർഡ്സ്, അല്ലെങ്കിൽ എ ഡിക്ഷണറി ഈസ് എ ബുക്ക് വിച്ച് ഗീവ്സ് യു ദ മീനിങ് ഓഫ് വേർഡ്സ്. ഏത് ക്ലോസിലാണ് മാറ്റം വരുത്തേണ്ടത് എന്ന് കണ്ടുപിടിക്കാൻ അത്ര വിഷമമില്ല. അതൊന്ന് മലയാളത്തിലൊന്ന് പറഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏത് ക്ലോസിലാണ് റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കേണ്ടത് എന്ന്. ആക്സിഡന്റിന് കാരണമായ ഡ്രൈവർക്ക് പിഴ നൽകി. ഒരു ഡ്രൈവറെ ആക്സിഡന്റ് വരുത്തി. എ ഡ്രൈവർ കോസ്ഡ് ദ ആക്സിഡന്റ്. ഹി വാസ് ഫൈൻഡ്. അല്ലെ? ദ ഡ്രൈവർ വാസ് ഫൈൻഡ്. ഹി കോസ്ഡ് ദ ആക്സിഡന്റ്. അയാളെ ആക്സിഡന്റിന് കാരണമായി. ആക്സിഡന്റിന് കാരണമായ ഡ്രൈവർക്ക് പിഴ ചുമത്തി. അപ്പോൾ ആക്സിഡന്റിന് കാരണമായ ഡ്രൈവർ എന്ന ക്ലോസിലാണ് നമ്മൾ റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുന്നത്. ഹൂ കോസ്ഡ് ദ ആക്സിഡന്റ്. ദ ഡ്രൈവർ ഹൂ കോസ്ഡ് ദ ആക്സിഡന്റ് വാസ് ഫൈൻഡ്. ദ ഡ്രൈവർ ഹൂ കോസ്ഡ് ദ ആക്സിഡന്റ് വാസ് ഫൈൻഡ്. ഹൂ കോസ്ഡ് ദ ആക്സിഡന്റ് ആണ് ഇവിടുത്തെ റിലേറ്റീവ് ക്ലോസ്. അത് ഡ്രൈവറെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അല്ലേ തരുന്നത്. അതുകൊണ്ട് ആ ഡ്രൈവർ എന്ന നൗണിന് ശേഷമാണ് അത് വന്നത്. ദ ഡ്രൈവർ ഹൂ കോസ്ഡ് ദ ആക്സിഡന്റ് വാസ് ഫൈൻഡ്. ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് കരുതുന്നു. റിലേറ്റീവ് പ്രൊനൗൺസ് ഉപയോഗിച്ച് എങ്ങനെ ക്ലോസസ് കണക്ട് ചെയ്ത് കോംപ്ലക്സ് സെന്റൻസസ് നിർമ്മിക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹൂ, വിച്ച്, ദാറ്റ് ഈ 3 റിലേറ്റീവ് പ്രൊനൗൺസിനെ കുറിച്ച് മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. ഇനിയും വേറെ റിലേറ്റീവ് പ്രൊനൗൺസ് ഉണ്ട്. ഹൂം, ഹൂസ്, വാട്ട് ഇതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. ക്ലാസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you for watching.